2 ദിവസമായിട്ട് ചേച്ചിയുടെ വീഡിയോസൊന്നും കാണാനില്ലല്ലോ എന്ന് പറയുന്നവർക്കായിട്ടാണ് ഈ വീഡിയോ. ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയായിരുന്നു. റിക്കവറായി വരുന്നേ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്കും എനിക്കും എല്ലാവർക്കും പനിയായിരുന്നു. അപ്പോൾ എന്നെ വീഡിയോ കാണാണ്ടായാലും അന്വേഷിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പം എനിക്ക് മനസ്സിലായിട്ടാ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് വന്നേക്കാം കേട്ടോ. പക്ഷേ ഇവിടെ ഡോക്ടറെ കാണാൻ വേണ്ടിയല്ല വന്നേക്കണമെന്ന് മാത്രം. അപ്പം നിങ്ങൾ വിചാരിക്കും ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാനല്ലെങ്കിൽ പിന്നെ എന്തിനാ വന്നത്? ഏട്ടൻ്റെ ഒരു വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ് കേട്ടോ. ഡുണ്ടു ദേ വയ്യാഞ്ഞിട്ട് കാല് ഇതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ആ 2 കുഞ്ഞിക്കാലാണ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചത്. അങ്ങനെ അവിടുത്തെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോരാൻ നേരം എല്ലാവർക്കും വയ്യ. എന്നാലും കുഞ്ഞുങ്ങൾ പറഞ്ഞു നമുക്ക് ഫ്ലൈറ്റ് തൊട്ടടുത്ത് നിന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിറ്റങ്ങളുടെ ഒരു ആഗ്രഹമല്ലേ എന്ന് വെച്ചിട്ട് അത് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയായിട്ടുള്ള സ്ഥലമുണ്ട്, അവിടെ ഞങ്ങൾ പോയിട്ടാണ്. ഇപ്പോഴും വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റും വേണ്ട കൊടുക്കണത്. ഇതാ കണ്ടില്ലേ, ഒരു ഫ്ലൈറ്റ് ഇതേ പൊന്തി പോണ് നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി എന്നാൽ ഇതിനകത്തൊക്കെ കയറാൻ ഭാഗ്യം ഉണ്ടാവാമെന്ന് ആർക്കറിയാം. ക്ഷമയോടെ കാത്തിരിക്കാം, എന്തെങ്കിലുമൊക്കെ ഭാഗ്യം വരും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പോന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് അടിക്കാനായിട്ട് ധാബയിൽ കയറി. ഇനി ഞങ്ങൾക്ക് പനിയായിട്ട് വായിക്ക് രുചിയില്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, ഫുഡ് ഒന്നിനും കൊള്ളില്ലായിരുന്നു. പക്ഷേ ഏട്ടന് പനിയില്ലാത്തതുകൊണ്ട് ഏട്ടനും പറഞ്ഞു ഫുഡ് മോശമായിരുന്നു എന്ന്. എൻ്റെ പൊന്നെ, പെട്ടെന്ന് സൂര്യൻ പല്ലിളിച്ചത് എവിടേക്കോ മാഞ്ഞൊടുക്കത്തെ മഴ.